ഹലോ നമസ്കാരം. റോസൂസ് ടേസ്റ്റി ഹൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വയറ് നിറച്ച് ചോറുണ്ണാൻ വേണ്ടിയിട്ട് മലയാളികളൊക്കെ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഉണക്ക മീൻ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉണക്ക ചെമ്മീൻ വെച്ചിട്ടൊക്കെ നമ്മൾ ചമ്മന്തി അരയ്ക്കാറുണ്ട്. അതേപോലെ ഉണക്ക മീൻ വെച്ചിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പിയാണിത്. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഈ ഒരു ചമ്മന്തിയും അല്പം തൈരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി ചോറ് കഴിക്കാൻ പറ്റും ഉച്ചയ്ക്ക്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5-6 ഉണക്ക നങ്കാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച നങ്കാണ് കേട്ടോ. ഇപ്പം നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഉണക്കമീനൊന്നും എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അത് നമുക്കൊരു 1 മണിക്കൂറോളം നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ വൃത്തിയാക്കി ഉണക്കിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാലും മതിയാവും. ഇതിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതല്ല, അതുകൊണ്ടാണ് ഞാൻ 1 മണിക്കൂർ വെള്ളത്തിലിട്ടത്. ഇതിപ്പോൾ കണ്ടോ, വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ തലയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിൽ ചെതുമ്പലൊക്കെ ഉണ്ടാവും. നമ്മൾ വൃത്തിയാക്കിയിട്ട് ഉണക്കിയൊന്നും അല്ലല്ലോ. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടില്ല, അതിനേക്കാളും കുറച്ച് കുറവാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അത്രയും എടുത്തിട്ടില്ല, അതിനേക്കാളും കുറച്ചുകൂടെ കുറവാണ്. മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മുടെ ഉണക്കമീൻ ഉപ്പുണ്ടാവും, അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇത്രയും ചേർത്തിട്ട് ഒന്ന് പുരട്ടി വയ്ക്കുക. ഒരു 1/2 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചിരുന്നു. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഉണക്കമുളകാണ്. ഇവിടെ ഞാൻ 5 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ കുറച്ച് സ്പൈസി ആയിട്ട് വേണം, അതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തത്. നിങ്ങൾക്ക് അത്രയും സ്പൈസി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 എണ്ണം എടുത്താൽ മതിയാവും കേട്ടോ, ഈ ഒരളവിന്. അപ്പം നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ കാശ്മീരി ചില്ലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5-6 എടുത്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ നോർമലായിട്ടുള്ള ചില്ലിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് ഞാൻ 5 എണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ. ഇനി നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കണം. ഇതിൽ എന്നാലും ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നന്നായിട്ടൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുക. അപ്പോൾ അപ്രവശവും തിരിച്ചിട്ടും മറിച്ചിട്ടും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം. ഇതിപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അല്പം കറിവേപ്പില, ഒരു വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 3 ചെറിയുള്ളി ആയാലും മതി കേട്ടോ. ബാക്കി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചത്. നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച മുളകും അതേപോലെ മീനും കൂടെ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങ എല്ലാം കൂടെ ഇടുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവില്ല. അതുകൊണ്ടാണ് ആദ്യം ഇതൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരുന്നത്. ഇതൊന്ന് നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഒന്ന് നന്നായി പൊടിഞ്ഞു വരും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചെറിയ കഷ്ണം ഇഞ്ചി, വളരെ ചെറിയ കഷ്ണമാണ്, വളരെ തിന്നായിട്ടാണ് ഞാനത് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇഞ്ചി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ 4 ചെറിയുള്ളി. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർക്കണം. പിന്നെ നിങ്ങളുടെ മീനിൻ്റെ ഉപ്പ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. എനിക്കിവിടെ 1/4 ടീസ്പൂണേ വേണ്ടി വന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് പൾസ് ചെയ്താണ് ഞാൻ എടുത്തത്. ഓവറായിട്ട് അടിച്ചങ്ങ് ഇതാക്കിയിട്ടില്ല. പൾസ് ചെയ്ത് ഒരു 3-4 തവണയായിട്ട് എടുത്തപ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇങ്ങനെ നാടൻ റെസിപ്പീസൊക്കെ എപ്പോഴും നമ്മൾ മറ്റുള്ള റെസിപ്പീസൊന്നും കഴിക്കില്ലല്ലോ. എപ്പോഴും നാടൻ റെസിപ്പീസ് കഴിക്കാനാണ് പൊതുവേ മലയാളികളായ എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി ഇഷ്ടമാവും നിങ്ങൾക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. അതുവരേക്കും ബൈ. താങ്ക് യു.